ആടാ മോനെ, റൈറ്റർ ഡയറക്ടർ ജിത്തു മാധവന്റെ രണ്ടാമത്തെ സിനിമ രംഗണ്ണ എന്ന ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള ഫഫയുടെ റീഇൻട്രൊഡക്ഷൻ. ഗ്യാങ്സ്റ്റർ രംഗണ്ണയായി ഫഹദ് ഫാസിൽ പൂണ്ട് വിളയാടുമ്പോൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന അസിസ്റ്റന്റ് ആയിട്ട് അംബാൻ എന്ന സജിൻ ഗോപു. ബാംഗ്ലൂരിലെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പഠിക്കാനെത്തുന്ന മലയാളികൾ, അതിൽ 3 പേർക്ക് ഒരു പ്രശ്നമുണ്ടാകുന്നു. വില്ലനായി മിഥൂട്ടി കടന്നു വരുന്നു. ഈ പഠിക്കാനെത്തുന്ന 3 പേർ അജു, ബിപിൻ, ശാന്തകുമാരൻ. ഇവർക്ക് കുട്ടി എന്ന വില്ലനിൽ നിന്ന് കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ആ വില്ലനെ ഒതുക്കാനും അവനോട് പ്രതികാരം ചെയ്യാനും ഇവർ കണ്ടെത്തുന്ന പ്രതിവിധിയാണ് രംഗണ്ണ. രംഗണ്ണ മാസാണ്, ആക്ഷൻ ഹീറോയാണ്. പടിപടിയായി തൻ്റെ എതിരാളികളെ ഇല്ലാതാക്കി കടന്നു വന്ന ശക്തനായ ഒരു മാഫിയ ഡോണാണ്. അപ്പോൾ പുലിമുരുകനിലെ മൂപ്പനെ പോലെ അണ്ണനെ പറ്റി തള്ളാനാണ് അംബാൻ എന്ന അസിസ്റ്റന്റ് എന്ന് നമ്മൾ ആദ്യം കരുതുമെങ്കിലും അതിലും എത്രയോ മുകളിലാണ് അംബാൻ എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതാണ് ആവേശം എന്ന സിനിമയുടെ ബേസിക് പ്ലോട്ട്. മാസ് കാട്ടി രംഗം കൊഴുപ്പിക്കാൻ തൻ്റെ ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് സുഷിൻ ശ്യാം. അതിലൂടെ ഈ സിനിമയുടെ സീൻ തന്നെ മാറ്റിയിട്ടുണ്ട്. സിനിമയുടെ ഓരോ സീനും വേറെ ലെവലിലാണ്. രോമാഞ്ചിഫിക്കേഷൻ ഗ്യാരണ്ടീഡ് ആണ്. ആവേശം തരുമോ എന്ന് ചോദിച്ചാൽ ആവേശത്തിൽ ആവേശം നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു സിമ്പിൾ സബ്ജക്റ്റ് എടുത്തു വെച്ച് അതിൽ കാഴ്ചക്കാരനെ എങ്ങനെ എൻഗേജ് ചെയ്യിക്കണമെന്നും അവനെ എങ്ങനെ രസിപ്പിക്കണമെന്നും അവനെ എങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തണമെന്നും ജിത്തു മാധവന് കൃത്യമായിട്ട് അറിയാം. വിവേക് ഹർഷൻ, സമീർ താഹിർ തുടങ്ങിയ ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ കൂടി ചേരുമ്പോൾ ഈ സിനിമ വേറെ ലെവലാവുന്നു, അന്യായം മാസാകുന്നു. തിയേറ്ററിൽ ആഘോഷമായിട്ട് തന്നെ കാണേണ്ട സിനിമയാണ്. പിന്നീട് OTT വരുമ്പോൾ പറയരുത് ഇത് തിയേറ്ററിൽ മിസ്സായെന്ന്. കാരണം തിയേറ്ററിലെ ആ പോസിറ്റീവ് എനർജിയോടൊപ്പം ആ ഓളത്തോടൊപ്പം തന്നെ ഇരുന്ന് ആസ്വദിക്കേണ്ട സിനിമയാണ് ആവേശം. 2024 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ 3 സിനിമകൾ സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്നു. ആവേശവും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇനി വരും ദിവസങ്ങളിൽ യുവത്വം ഏറ്റെടുത്ത് ആഘോഷിക്കാൻ പോകുന്ന സിനിമയാണ് ആവേശം. ഫഹദ് ഫാസിലിന്റെ തികച്ചും വേറിട്ട ലുക്ക്, കോമഡിയൊക്കെ അന്യായ ലെവലിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആസ്വദിച്ച് തന്നെ കാണാം ഈ സിനിമ. ഒരു ഉത്സവം പോലെ, ഒരു പൂരപ്പറമ്പ് പോലെ നിങ്ങൾക്കിരുന്ന് ആഘോഷിക്കാം ഈ സിനിമ. 2.5 മണിക്കൂർ ആവേശത്തോടെ രോമാഞ്ചം കൊണ്ട് കാണാൻ പറ്റുന്ന സിനിമ, അതാണ് ആവേശം. അപ്പോൾ അടാ മോനെ, ടിക്കറ്റ് എടുക്കുമല്ലേ? താങ്ക് യു.